BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ റാമിനെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ് പോലീസ്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തു. പക്ഷേ പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഡോക്ടർ റാം ഉടൻ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. അതേസമയം മുൻകൂർ ജാമ്യം ലഭിച്ച കേസിലെ രണ്ടാം പ്രതി ഡോക്ടർ സംഗീത ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരായേക്കും. ശരത് SS നൽകും വിശദാംശങ്ങൾ. ശരത്ത്, ഈ ഡോക്ടർ റാം ഒരു പിടികിട്ടാ പുള്ളിയോ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളൊന്നുമല്ല, ഒരു അധ്യാപകനാണ്. ഇപ്പോൾ ഈ കേസിൽ ഇയാൾ എത്ര നാളായി ഇപ്പോൾ നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ ഒളിവിൽ പോയതാണ്. നിതിൻ രാജിന്റെ മരണം സംഭവിച്ചപ്പോൾ നാളുകൾ ഒരുപാടായി. എന്തുകൊണ്ടാണ് പോലീസിന് ഇയാളെ പിടികൂടാൻ സാധിക്കാത്തത് ശരത്ത്? കീർത്തന, അത് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. അതായത് നിതിൻ രാജിന്റെ മരണം നടന്നിട്ട് ദിവസങ്ങളായി, പക്ഷേ ഇതുവരെ ഡോക്ടർ റാമി എവിടെയാണെന്നോ അയാളെ കണ്ടെത്താനൊന്നും തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ്, ശനിയാഴ്ചയാണ് ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും അത് തള്ളുകയും ചെയ്തത്. പക്ഷേ അതും കഴിഞ്ഞ് പിന്നീടും ദിവസങ്ങൾ കഴിയുന്നു. ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷേ കേരളത്തിലേക്ക് പുറത്തേക്ക് കടന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അപ്പോഴും അത് എവിടേക്കാണ്, ഏത് ഭാഗത്തേക്കാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി അന്വേഷണ സംഘത്തിന് നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നിലവിൽ അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഡോക്ടർ റാം ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കുന്നു എന്ന പരാതി അടക്കം പൊതുവിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം ലഭിച്ച ഡോക്ടർ സംഗീത ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കുമെന്നുള്ള വിവരം കൂടിയുണ്ട്. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഹാജരാകാത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അവർ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയാണെങ്കിൽ അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക തന്നെയായിരിക്കും പൊതുവിൽ അന്വേഷണ സംഘം ചെയ്യുക. ഒപ്പം ഈ കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കണമെന്ന ആവശ്യം കൂടി ശക്തമാകുന്നുണ്ട്. കുടുംബം തന്നെയാണ് അത്തരത്തിൽ കൂടുതൽ അധ്യാപകരെ കൂടി പ്രതി ചേർക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം വിവിധ സംഘടനകളും ഇക്കാര്യം ഉന്നയിച്ച് പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ റാമിനെ കണ്ടെത്തണമെന്ന ആവശ്യമാണ് പൊതുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഉയരുന്നത്. ഇത്രയും ദിവസമായിട്ട് റാമിനെ പിടികൂടാൻ സാധിക്കാത്തത് അത് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കലാണ് എന്ന വിമർശനമാണ് ഉയരുകയും ചെയ്യുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമാവുകയാണ്. റാം സംസ്ഥാനം വിട്ടു എന്നുള്ള സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ശരത് SS ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.